സാലിഹ് അൽ ജഫറാവി. നിശബ്ദനാക്കാനാവാത്ത ഈ പോരാളിയെ ലോകത്തെ ഓരോ കുഞ്ഞിനും അറിയാം. കാരണം സാലിഹ് എന്നാൽ ഫലസ്തീനെ സ്നേഹിക്കുന്ന മാലോകർക്ക് ഗസയായിരുന്നു. അവരുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ സുപരിചിതനായിരുന്നു. രാവുറക്കത്തിലേക്ക് അമരുവോളം അവർ ഗസയെ കേട്ടത് അയാളുടെ വാക്കിലൂടെയാണ്. അയാൾക്കൊപ്പം ലോകം ഗസയുടെ തകർന്നടിഞ്ഞ തെരുവോരങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നു. സാലിഹ് എന്നാൽ ഗസയായിരുന്നു. വെടിനിർത്തൽ തീരുമാനമായപ്പോൾ തൻ്റെ മൊബൈലിൻ്റെ ഇത്തിരി വെളിച്ചത്തിലൂടെ അയാൾ ഗസയുടെ തെരുവുകളിലൂടെ നടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ സന്തോഷ വർത്തമാനം അറിയിക്കാനായി, പിന്നെ ലോകത്തിന് നന്ദി അറിയിക്കാനായും അയാൾ വന്നു. ഈ 2 ആണ്ട് കാലം തങ്ങൾക്കൊപ്പം നിന്ന ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അയാൾ നന്ദി പറഞ്ഞു. ഗസ ജീവിതം കെട്ടിപ്പടുക്കുക തന്നെ ചെയ്യുമെന്നും മരണം പെയ്ത ഓരോ നാളിലും നഷ്ടപ്പെടാതെ കൂടെ കൊണ്ടു നടന്ന അതേ നിശ്ചയദാർഢ്യത്തോടെ അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തൻ്റെ മേൽ കഴുകക്കണ്ണുമായി ഇസ്രായേൽ നരവേട്ടക്കാരുണ്ടെന്ന് അറിഞ്ഞ നിമിഷം ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഓരോ സെക്കൻഡും ഞാൻ കടന്നു പോകുന്നത് അങ്ങേയറ്റം ഭീതിതമായ അവസ്ഥയിലൂടെയാണ്. ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടാം. മരണത്തെ ആ ചെറുപ്പക്കാരൻ ഒരിക്കലും ഭയന്നിട്ടില്ല. താൻ രക്തസാക്ഷിയായാൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകാനായി അയാൾ ഇട്ടേച്ചു പോയ ഒരു വസിയത്തുണ്ട്. സ്വർഗം പ്രതീക്ഷിക്കുന്ന മനോഹരമായ തൻ്റെ കിനാക്കളെക്കുറിച്ച് അദ്ദേഹം അതിൽ പറയുന്നുമുണ്ട്. ആ വസിയത്ത് ഇങ്ങനെയായിരുന്നു: താൻ രക്തസാക്ഷിയായാൽ ലോകത്തോട് പറയാനായി സ്വാലിഹ് എഴുതി തയ്യാറാക്കി തൻ്റെ സഹോദരനെ ഏൽപ്പിച്ച വസിയത്താണിത്. ഞാൻ സ്വാലിഹ്, എൻ്റെ വസിയത്തായിട്ടാണ് ഞാനിത് കുറിക്കുന്നത്. ഒരു വിടവാങ്ങലായിട്ടല്ല, മറിച്ച് ഞാൻ ഉറച്ച ബോധ്യത്തോടെ തിരഞ്ഞെടുത്ത പാതയുടെ തുടർച്ചയായിട്ടാണ് ഈ കുറിപ്പ്. എൻ്റെ ജനതയുടെ താങ്ങും ശബ്ദവുമാകാൻ എൻ്റെ എല്ലാം, എൻ്റെ ശക്തിയും പരിശ്രമവും ഞാൻ നൽകിയിട്ടുണ്ട്. അത് അള്ളാഹുവിനറിയാം. വേദനയും അടിച്ചമർത്തലും അതിൻ്റെ എല്ലാ ശക്തിയോടെയും ഞാൻ അനുഭവിച്ചു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖം പലതവണ അറിഞ്ഞു. ഇതിനെല്ലാം ഇടയിലും സത്യം അതേപടി കൈമാറുന്നതിൽ ഞാൻ ഒരിക്കലും അലസത കാണിച്ചിട്ടില്ല. ഗസയുടെ കാര്യത്തിൽ അവഗണന കാണിച്ചവർക്കും മൗനം പാലിച്ചവർക്കും എതിരെയുള്ള സാക്ഷിയായി ഈ സത്യം നിലനിൽക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉദാരമതികളായ ഈ ജനതയോടൊപ്പം ഗസയോടൊപ്പം നിലകൊണ്ട അവരെ പിന്തുണച്ച എല്ലാവർക്കുമുള്ള ബഹുമതിയായിരിക്കും ഈ സത്യം. ഞാൻ രക്തസാക്ഷിയായാൽ ഞാൻ അപ്രത്യക്ഷനായിട്ടില്ല എന്ന് നിങ്ങൾ അറിയുക. ഞാനിപ്പോൾ സ്വർഗത്തിലാണ്. എനിക്ക് മുമ്പേ പോയ എൻ്റെ കൂട്ടുകാരുടെ കൂടെ, അനസിൻ്റെയും ഇസ്മായിലിൻ്റെയും അള്ളാഹുമായി ചെയ്ത കരാർ സത്യസന്ധമായി പാലിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും കൂടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കൂടാതെ എൻ്റെ ശേഷം ഈ യാത്ര പൂർത്തിയാക്കണമെന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിലനിൽക്കുന്ന സ്വതക്കകൾ വഴി എന്നെ ഓർക്കുക. ബാങ്ക് വിളി കേൾക്കുമ്പോഴും ഗസയുടെ രാത്രിയെ കീറുമുറിച്ച് പ്രകാശം കാണുമ്പോഴും നിങ്ങൾ എന്നെ ഓർക്കുക. പ്രതിരോധം മുറുകെ പിടിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നാം സഞ്ചരിച്ച പാതകളിൽ, നാം വിശ്വസിച്ച സമീപനത്തിൽ നമുക്കതിനപ്പുറം ഒരു വഴിയും അറിയില്ല. അതിൽ ഉറച്ചു നിൽക്കുന്നതിലപ്പുറം ജീവിതത്തിന് മറ്റൊരർത്ഥവും നാം കൽപ്പിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവനും എൻ്റെ മാതൃകയുമായ എൻ്റെ ഉപ്പയെ പരിഗണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ എന്നെ അദ്ദേഹത്തിൽ കാണുകയും അദ്ദേഹം എന്നെ എന്നിൽ കാണുകയും ചെയ്തു. ഉപ്പ, യുദ്ധത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന താങ്കൾ, എൻ്റെ ശിരസിൻ്റെ കിരീടമായ അങ്ങ് എന്നിൽ സംതൃപ്തനായിരിക്കെ നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരനും എൻ്റെ ഗുരുവുമായിരുന്ന, എൻ്റെ വഴികാട്ടിയുമായിരുന്ന നാജിയെക്കുറിച്ചും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഓ നാജി, നീ ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ അള്ളാഹുവിലേക്ക് നിന്നെ മുൻകടന്നു. ഇത് അള്ളാഹു നിശ്ചയിച്ച വിധിയാണെന്ന് നീ അറിയുക. നിന്നെ കാണാനും നിന്നെ ആലിംഗനം ചെയ്യാനും നേരിൽ കണ്ടുമുട്ടാനും ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. സ്വർഗത്തിൽ വെച്ചുള്ള നമ്മുടെ കണ്ടുമുട്ടൽ നീ വിചാരിക്കുന്നതിലും അടുത്താണ്. എൻ്റെ ഉമ്മയെക്കുറിച്ചും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ ഉമ്മ നിങ്ങളില്ലാത്ത ജീവിതം ഒന്നുമല്ല. നിലയ്ക്കാത്ത പ്രാർത്ഥനയും മരിക്കാത്ത പ്രതീക്ഷയുമായിരുന്നു നിങ്ങൾ. നിങ്ങൾക്ക് സൗഖ്യവും ആരോഗ്യവും നൽകാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ചികിത്സക്കായി നിങ്ങൾ യാത്ര പോകുന്നതും പുഞ്ചിരിയോടെ തിരിച്ചു വരുന്നതും ഞാൻ എത്രയോ സ്വപ്നം കണ്ടിരുന്നു. എൻ്റെ കൂടപ്പിറപ്പുകളായ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പ്രീതിയും പിന്നീട് നിങ്ങളുടെ പ്രീതിയും എൻ്റെ ലക്ഷ്യമാണ്. അള്ളാഹു നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ഉറവിടമാകാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൃദുലമായ ഹൃദയങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതം നല്ലതാകട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഗസയിൽ നിന്ന് നാം പറയുന്ന ഓരോ വാക്കും, ഓരോ ചിത്രവും വെറുതെയല്ല. വാക്ക് ഒരു അമാനത്താണ്, ചിത്രം ഒരു സന്ദേശമാണ്. ഞങ്ങളിത് ലോകത്തിന് കൈമാറിയതുപോലെ നിങ്ങളും കൈമാറുക. എൻ്റെ രക്തസാക്ഷിത്വം ഒരു അവസാനമാണെന്ന് നിങ്ങൾ കരുതരുത്, മറിച്ചത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു നീണ്ട പാതയുടെ ആരംഭമാണ്. ഞാനൊരു സന്ദേശവാഹകനാണ്. എൻ്റെ സന്ദേശം ലോകത്തിന്, കണ്ണടച്ചിരിക്കുന്ന ലോകത്തിന് സത്യത്തോടെ മൗനം പാലിക്കുന്നവർക്ക് എത്തണമെന്ന് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചു. എൻ്റെ മരണവാർത്ത നിങ്ങൾ കേട്ടാൽ നിങ്ങൾ എനിക്ക് വേണ്ടി കരയരുത്. ഞാൻ ഈ നിമിഷം ഒരുപാട് കാലം ആഗ്രഹിച്ചു. ഇതെനിക്ക് നൽകാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. എന്നെ ജീവിതത്തിൽ ചീത്ത പറഞ്ഞവരോ കളവോ അപകീർത്തിപ്പെടുത്തലോ വഴി എന്നോട് മോശമായി പെരുമാറിയവരോ ആയ എല്ലാവരോടും ഞാൻ പറയുന്നു, ഇതാ ഞാൻ അള്ളാഹുവിലേക്ക് അവൻ്റെ അനുമതിയോടെ ഒരു രക്തസാക്ഷിയായി യാത്രയാവുന്നു. ദൈവം ഇച്ഛിച്ചാൽ അള്ളാഹുവിന് മുന്നിൽ എല്ലാ തർക്കങ്ങളും തീർക്കപ്പെടും.
അള്ളാഹുവെ, എന്നെ രക്തസാക്ഷികളിൽ സ്വീകരിക്കണമേ. എൻ്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ എനിക്ക് പുറത്തു തരണമേ. എൻ്റെ രക്തം എൻ്റെ ജനതയ്ക്കും കുടുംബത്തിനും സ്വാതന്ത്ര്യത്തിൻ്റെ പാത പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമാകണമേ. സ്വാലിഹ് ആമിർ ഫുആദ് അൽ ജഹ്റാഫി. ഗസയുടെ ശബ്ദമായി കഴിഞ്ഞ 2 വർഷം നിറഞ്ഞു നിന്ന സ്വാലിഹിനെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ കൂലിപ്പട്ടാളം കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തെ സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊപ്പം ഒരു കളിക്കൂട്ടുകാരനായ, വയോധികർക്കൊപ്പം ഒരു മകനായ, ബോംബ് വീഴുന്ന ആകാശത്തിനു കീഴിൽ പോരാളിയായി, തകർച്ചകൾക്കുള്ളിൽ സേവന സന്നദ്ധനായി നാം ആ മനുഷ്യനെ കണ്ടത് പല രൂപത്തിലാണ്. അത്രമേൽ ആ മനുഷ്യൻ ഒരു ചിരിയായി പെയ്തിറങ്ങിയിട്ടുണ്ട് നമ്മിലേക്ക്. അദ്ദേഹത്തിനൊരു ദൗത്യം ചെയ്യാനുണ്ടായിരുന്നു ഈ ഭൂമുഖത്ത്. വെടിയൊച്ചകളില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് നാം കൺതുറക്കുകയാണെന്ന് ഗസയെ അറിയിക്കുക എന്ന ദൗത്യം. ആ ദൗത്യം കൂടി നിർവഹിച്ച ശേഷം അദ്ദേഹം രക്തസാക്ഷിത്വത്തിൻ്റെ അത്യുന്നത പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഗസയോടൊപ്പം ലോകം മുഴുവൻ പറയുന്നു, അസ്സലാം യാ ഷഹീദ്. Waytonikah.com, the exclusive Muslim matrimonial site.